നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു ടാറ്റ ഹെക്സ കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ വരുന്നത് ഒരു ലോ ബീം പ്രൊജക്ടർ, അതുപോലെ തന്നെ ഹൈ ബീം റിഫ്ലക്ടർ. അതായത് ലോ ബീമിൽ വരുന്ന ഒരു പ്രൊജക്ടറാണ്, ഹൈ ബീമിൽ വരുന്ന റിഫ്ലക്ടർ. ഇത് രണ്ടിലും ഹാലജൻ ബൾബുകളാണ് വരുന്നത്. ലോ ബീം തന്നെ ഒരു മോണോ ബീം പ്രൊജക്ടറാണ്, കാരണം അതിൻ്റെ അകത്ത് ലോ ബീം മാത്രമേ വരുന്നുള്ളൂ. അതായത് പെർമനൻ്റ് ആയിട്ട് ലോ ബീം മാത്രമേ അതിൻ്റെ അകത്ത് വരുള്ളൂ, ഡെഡിക്കേറ്റഡ് ഹൈ ബീമും. ഇതാണ് ഇതിൽ വരുന്ന ഒരു സ്റ്റോക്ക് സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യാവുന്ന അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് അതിൻ്റെ ലോ ബീമിൽ ഒരു HID, ഹൈ ബീമിൽ ഒരു LED. ഇതാണ് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ചെയ്യാവുന്ന ഒരു കറക്റ്റായിട്ടുള്ള ഒരു അപ്ഗ്രേഡ്. അപ്പോൾ ഇതെല്ലാം ഈ കസ്റ്റമർ ഓൾറെഡി ഇതെല്ലാം ചെയ്തു, പല രീതിയിലുള്ള കോമ്പിനേഷനുകൾ പരീക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ നിലവിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ എല്ലാം മാറ്റിയിട്ട് എല്ലാം ഹാലജനാക്കി സ്റ്റോക്ക് ഹാലജനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത സജഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈ Xenon പ്രൊജക്ടർ, Hella G5ൻ്റെ ബൈ Xenon പ്രൊജക്ടർ ലോ ബീമിലും ഹൈ ബീമിൽ നമുക്കൊരു വാം LED, അതുപോലെ തന്നെ ഫോഗ്ലാമ്പിലും ഒരു വെളിച്ചക്കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതുപോലെ തന്നെ രണ്ടും പ്രൊപ്പോഷണലായിട്ട് ഹൈയും ലോയും ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫോഗ്ലാമ്പും കൂടി അപ്ഗ്രേഡ് ചെയ്താലേ അതൊരു കറക്റ്റ് പാക്കേജ് അല്ലെങ്കിൽ കറക്റ്റ് പ്രൊപ്പോർഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ലോ ബീമിൽ നമ്മളൊരു Hella G5 ബൈ Xenon പ്രൊജക്ടറും, ഹൈ ബീമിൽ LED, അതുപോലെ തന്നെ ഫോഗ് ലാമ്പിലും ഒരു LED. ഇത് മൂന്നിൻ്റെയും കളർ ടെമ്പറേച്ചർ വരുന്നത് 4300 ആണ്. അതായത് കുറച്ചൊരു വാം ആയിട്ടുള്ളത്, പ്യുവർ വൈറ്റ് അല്ല, പ്യുവർ യെല്ലോയും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ നിൽക്കുന്ന ഒരു ഓപ്ഷൻ. ഇതാണ് നമ്മൾ ഈ വാഹനത്തിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്തത്, എന്താണ് അതിൻ്റെ അത് വരുന്ന ഔട്ട്പുട്ട്, എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കും, ഡ്രൈവിങ്ങിനെ എത്ര കംഫർട്ടാക്കും എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മളിന്നിവിടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ടാറ്റ ഹെക്സ. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞോണം, രണ്ട് സെറ്റ് ലൈറ്റുകളാണ് വരുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് ലോ ബീമും അതുപോലെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ഹൈ ബീമും. രണ്ടും ഒരു മോണോ ബീം തന്നെയാണ്. അതായത് ലോ ബീമിലാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ലോ ബീം മാത്രമേ വരുന്നുള്ളൂ, ഹൈ ബീമിലാണെങ്കിൽ ഹൈ ബീം മാത്രമേ വരുള്ളൂ. ഇതിന് രണ്ടിനെയും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട്. ലോ ബീം എന്ന് പറയുന്ന പ്രൊജക്ടറാണ്. ആ പ്രൊജക്ടർ ഒരു 2.8 അല്ലെങ്കിൽ 2.5 ഇഞ്ച് സൈസാണുള്ളത്. ചെറിയൊരു പ്രൊജക്ടറാണ്. അത് തന്നെ വെളിച്ചവും നല്ല രീതിയിൽ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിതൊരു അപ്ഗ്രേഡ് ഓപ്ഷനിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ നോക്കാറുള്ളവന് തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി ഇതിൻ്റെ നിലവിലുള്ള ഇൻറ്റൻസിറ്റി എത്രയാണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ആദ്യമേ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഓണാക്കി അതിനുശേഷം നമ്മളിതിനെ ലൈറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കും. അതാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലോ ബീമും ഇതുപോലെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈ ബീം ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ രണ്ടും ഹാലജനിൽ വരുന്ന ആ ഒരു സെയിം കളർ ടെമ്പറേച്ചറിലുള്ള ഒരു വാം ലൈറ്റ് തന്നെയാണ് കാണുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കാനുള്ളതിന് എത്ര ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലോ ബീം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ലെക്സ് മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 700 ലെക്സസ് ആണ്. ഈ ലോ ബീമിൽ നിന്ന് നിലവിൽ ഇപ്പോൾ ഉള്ള ഹാലജൻ ബൾബ് ഇടുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇത് ഹൈ ബീമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു 3100 ലെക്സസ് നമുക്ക് ഹൈ ബീമിൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ഇതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു, പ്രൊജക്ടർ സ്വാപ്പ് ചെയ്തു, ഹൈ ബീമിലേക്ക് ഒരു LED, ഇതുപോലെയുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇത് കൂടാതെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫോഗ് ലാമ്പിലേക്കും ഒരു LED നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഫോർ മെഷർമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഫോഗ് ലാമ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് വിട്ടുപോയിരുന്നു. എനിവേ നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിലും ഒരു 55 വാട്ട് LED നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ ഹൈറ്റ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഔട്ട്പുട്ടും അത്യാവശ്യം നമുക്ക് പ്രയോജനപ്പെടും. ഫോഗ് ലാമ്പും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഈ വാഹനത്തിന് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലുള്ള ചേഞ്ചാണ് ഈ അപ്ഗ്രേഡേഷന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. എടുത്തു പറയത്തക്ക ഒരു അപ്പിയറൻസ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോക്ക് പ്രൊജക്ടറിന് മാത്രമാണ് ഇതിൻ്റെ അകത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് ചെന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡ്, അതായത് ആ പ്രൊജക്ടർ ലെൻസിന് ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും. നമ്മുടെ Hella G5 പ്രൊജക്ടർ ചെറിയൊരു ബ്ലൂ ഷെയ്ഡോട് കൂടിയാണ് വരുന്നത്. അതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രകടമായ മാറ്റം. ബാക്കി ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞ് നമ്മുടെ റോട്ടിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ പെർഫോമൻസ് ചേഞ്ചിൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഓണായി കാണുന്നത് ഇതിൻ്റെ ഫോഗ് ലാമ്പാണ്. ഇങ്ങനെ ഒരു വാഹനത്തിലേക്ക് നോക്കിയാൽ ഇതിൽ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ, കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കും, എത്ര കണ്ണിലേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ കൊള്ളാം, ഹെഡ്ലൈറ്റ് കൊള്ളാം എന്നാണ് ഒരു പൊതുവെയുള്ള ധാരണ. ശരിക്കും നമ്മുടെ റോഡിൽ കിട്ടേണ്ട ഔട്ട്പുട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കാത്ത രീതിയിൽ റോഡിൽ കാണുന്ന ഔട്ട്പുട്ടാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് റോഡിലേക്കാണ് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് നമ്മളൊരു വിഷന് വേണ്ടിയിട്ട് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനിയാണ് നമ്മളതിൻ്റെ ശരിക്കും യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് മെഷർ ചെയ്ത് നോക്കാൻ പോകുന്നത്.
അതിന് മുമ്പായിട്ട് അപ്പിയറൻസ് ചേഞ്ചിൽ നമ്മുടെ ഫോഗ് ലാമ്പാണ് ഇവിടെ ഫസ്റ്റ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഒരു ബാറ് പോലെയാണ് നമുക്ക് ഫോഗ് ലാമ്പ് കിട്ടുന്നത്, ഒരു ലിമിറ്റഡ് ഹൈറ്റ് വരെ മാത്രം. അതിനേക്കാളും ഒരു പടിയോടെ മേളിലാണ് നമ്മുടെ ലോ ബീം വരുന്നത്. അതായത് ഈ വാഹനത്തിലിരിക്കുന്ന ലൈറ്റിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അത് വേരിയേഷൻ വരുത്താൻ പാടുള്ളതല്ല. ഇതിന് പോകാവുന്ന മാക്സിമം ഹൈറ്റാണ് ഈ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ടും ഉള്ള ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നൊരു 1 ഫീറ്റോളം മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ ലോ ബീം വന്നിട്ട് അതിനേക്കാളും മേലെയാണ്, ഹൈ ബീം അതിനും മേലെയായിട്ടാണ് വരുന്നത്. ഈ രീതിയിലാണ് ഇതിൻ്റെ നിലവിലുള്ള കറണ്ട് പാറ്റേൺ. അപ്പോൾ ഇനി നോക്കേണ്ടത് കൃത്യമായിട്ട് ഇതിന് എത്രത്തോളം ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ലോ ബീം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 2100 ലെക്സസ് ആണ്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 700 ലെക്സസിൽ ആയിരുന്നു. ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ലോ ബീമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഹൈ ബീമാണ്. ഹൈ ബീമിൽ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നൊരു 3100 ലെക്സസ് ആയിരുന്നു. ഇപ്പോൾ അത് ചേഞ്ച് വന്നിരിക്കുന്നത് ഒരു 7400 ലെക്സസിലേക്കാണ്. ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്നത്. കാരണം അതിൻ്റെ അകത്ത് 4 ഹൈ ബീമാണ് അറ്റ് എ ടൈം പവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര രീതിയിലുള്ളൊരു ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടുന്നത്. കാരണം ലോ ബീമിലുള്ള പ്രൊജക്റ്റിൽ നിന്ന് നമുക്ക് ഹൈ ബീം വരുന്നുണ്ട്. ഇത് കാരണം ബൈസനോൺ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഹൈ ബീം വരും, ലോ ബീം ഉണ്ടാവും, ഹൈ ബീം ഉണ്ടാവും. അത് കൂടാതെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഹൈ ബീം ഉള്ളതുകൊണ്ട് അവിടെ നമ്മളൊരു LED കൊടുത്തിട്ടുണ്ട്. സെയിം കളർ ടെമ്പറേച്ചർ തന്നെയാണ്, രണ്ടിലും 4300 കെൽവിൻ കളർ ടെമ്പറേച്ചർ ബൾബ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ അറ്റ് എ ടൈം വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിൻ്റെ ഒരു നൈറ്റ് ഡ്രൈവ്, രാത്രിയുള്ള വാഹനം ഓടിച്ച് നോക്കിയിട്ടുള്ളൊരു ടെസ്റ്റ് വീഡിയോ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോ ബീം രാത്രി ഓണാക്കി കഴിയുമ്പോൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഹൈ ബീം. നല്ല രീതിയിൽ റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് തന്നെയാണ് നമുക്കിവിടെ ഈ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഓടിച്ച് നോക്കുമ്പോൾ സാധാരണ പോലെ തന്നെ അതിൻ്റെ സൈഡിലേക്കുള്ള കവറേജുകൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നല്ല രീതിയിലുള്ള കവറേജ് തന്നെയാണ് രണ്ട് സൈഡിലേക്കും, രണ്ട് വശങ്ങളിലേക്കും നല്ല രീതിയിൽ കവറേജ് നമുക്ക് ഈ ലോ ബീമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ആ ലൈറ്റിൽ എടുത്ത് പറയത്തക്ക ഒരു പോരായ്മ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ ബീമിൻ്റെ വരുന്ന വെളിച്ചം ഇതിൻ്റെ ഹൈ ബീമിൻ്റെ ഒരു സൈഡിൽ തട്ടിയിട്ട് കുറച്ച് ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു പോരായ്മ അതിലുണ്ട്. പക്ഷെ നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും കാണാനില്ല. എന്തായാലും അതൊരു ചെറിയൊരു നെഗറ്റീവാണ്, ഹെഡ്ലൈറ്റ് ഡിസൈനിലുള്ളൊരു നെഗറ്റീവാണ്. ലോ ബീമിൽ നിന്ന് വരുന്ന വെളിച്ചം ആ ഹൈ ബീമിൻ്റെ ഒരു ബാരൽ പോലെ തള്ളി നിൽക്കുന്നുണ്ട്. കാരണം പ്രൊജക്ടർ കുറച്ച് ബാക്കിലായതുകൊണ്ടും ഹൈ ബീം കുറച്ച് ഫ്രണ്ടിലായതുകൊണ്ടും അതിൽ നിന്ന് വരുന്നൊരു കുറച്ച് ഏരിയ ഇത് മറയ്ക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു വരുന്ന ലൈറ്റിനെ ഒരു ഷെയ്ഡായിട്ട് മറച്ചിട്ട് സെൻറ്ററിൽ കുറച്ച് വെളിച്ചം കുറവുണ്ട്. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ നല്ല ഔട്ട്പുട്ട് നമുക്ക് റോഡിൽ കിട്ടുന്നുണ്ട്. നല്ല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. ഹൈ ബീമിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനില്ല, വളരെ അടിപൊളിയായിട്ടുള്ള ലൈറ്റാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ നേരിട്ട് കാണാം, ഹൈ ബീം ഇടുമ്പോഴാണെങ്കിലും നല്ല ലോങ് ത്രോയാണ് നമുക്ക് ഹൈ ബീമിൽ കിട്ടുന്നത്. ലോ ബീമിലാണെങ്കിലും ആ കവറേജും നല്ല രീതിയിലുള്ള നമുക്ക് ലോ ബീമിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിരുന്നു. 4300 ആണ് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഫോഗ് ലാമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4300 കെൽവിൻ്റെ ഫോഗ് ലാമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതെല്ലാം കൂടി 3 ലൈറ്റും കൂടെ കൂടിയിട്ട് ശരിക്കും റോഡിലൊരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെ തന്നെ വിളിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ലോ ബീമിൽ എതിരെ വരുന്നുള്ള യാത്രക്കാർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കത്തില്ല. കാരണം നമ്മളതിൻ്റെ ഹൈറ്റ് കറക്റ്റുള്ള രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്നോടെ ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവ് വീഡിയോ പോകുന്നത്. ലൈറ്റിൻ്റെ പെർഫോമൻസ് മാത്രമല്ല നോക്കുന്നത്. ഇത് ഏതെങ്കിലും വാഹനത്തിലുള്ളവർക്ക് റോഡിലിറങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊന്ന് ബോധ്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളവിടെ ഗ്യാരേജിൽ വെച്ച് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യും. അതിന് ശേഷം പുറത്ത് റോഡിലിറക്കിയിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ടാണ് അതൊന്ന് ഫൈനലൈസ് ചെയ്യുന്നത്. സാധാരണ അവിടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില വാഹനങ്ങളിൽ ചെറിയ വേരിയേഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിലേതായാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിൽ എന്തായാലും നമ്മുടെ കസ്റ്റമറും വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകാറായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു പുതിയൊരു വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട്, പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.